ഹലോ കൂട്ടുകാരെ, നമുക്കിത് ഗ്രേഡ് 7-ലെ ഇൻറ്റിജേഴ്സ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2-ലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇതിൽ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഒന്നിച്ച് ഒരൊറ്റ സൊല്യൂഷനായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സൊല്യൂഷൻ വീഡിയോസ് കാണുന്നതിന് മുന്നേ നമ്മുടെ ഇൻട്രഡക്ഷൻ വീഡിയോ എന്തായാലും കാണണം. അതിൽ നമ്മളെല്ലാ റൂൾസും പ്രോപ്പർട്ടീസും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളത് കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം നമ്മുടെ വീഡിയോസിനെ കുറിച്ച് പറയണം. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലോ. ഈ എക്സസൈസ് വളരെ ഈസിയാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ ഇതിൽ. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താ? റൈറ്റ് ഡൗൺ എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഹൂസ് സം ഈസ് -7 എന്നാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ -7 എന്ന് കിട്ടണം. നമുക്ക് വേണ്ടത് എന്താ? -7 എന്നാണ് ആൻസർ. അപ്പോൾ ആഡ് ചെയ്താലാണല്ലോ നമുക്ക് സമ്മ് കിട്ടുന്നത്, അല്ലേ? ആഡ് ചെയ്തിട്ടുള്ള ആൻസറിനെയാണ് നമ്മൾ സം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടുന്നതൊന്ന് നോക്കാം ഫസ്റ്റ്. ഏതൊക്കെ ആഡ് ചെയ്താൽ 7 കിട്ടും? നമുക്ക് 1 + 6 7 ആണ്, അല്ലേ? പിന്നെ 2 + 5 7 ആണ്. 3 + 4 7 ആണ്, അല്ലേ? ഇനിയിപ്പോൾ നേരെ തിരിച്ചേ വരും, അല്ലേ? 4 + 3 5 + 2 6 + 1. അപ്പോൾ ഈ 3 പെയേഴ്സ് ഓഫ് ഡിജിറ്റ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 7 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് 7 അല്ല, -7 ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ കൂടെ എല്ലാവർക്കും മൈനസ് സൈൻ കൊടുക്കാം നമുക്ക്. ഓക്കെ, ഒരു മൈനസ് സൈൻ ആയി കഴിഞ്ഞാൽ ആൻസറും മൈനസായി. ഓക്കെ, അപ്പോൾ നമുക്ക് -1 + -6 -7 ആണ്. -2 + -5 -7 ആണ്. -3 + -4 -7 ആണ്. നമ്മുടെ അടുത്തൊരു ഒറ്റ പേര് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. 3 പേരൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? ഇതിൻ്റെ ആൻസർ നമുക്ക് ഒരു പേര് എഴുതി കൊടുക്കാം. ഓക്കെ, ഏത് പേരാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതിക്കോളൂ. എനിക്കിപ്പോൾ ഇതിൽ ഇഷ്ടമായ പേര് -3 + -4 = -7. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഏതായാലും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് നമ്പേഴ്സ് എഴുതി കൊടുത്തു, അല്ലേ? രണ്ട് ഇൻറ്റിജേഴ്സ് നമ്മൾ എഴുതി കൊടുത്തു. രണ്ടിന് മൈനസ് സൈൻ വന്നപ്പോൾ ആൻസർ മൈനസായി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഹൂസ് ഡിഫറൻസ് ഈസ് -10. -10 എന്ന ആൻസർ കിട്ടണം രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ. അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ -10 എന്നായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോർമലി -10 അല്ല 10 കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക നോക്കാം. നോർമലി നമുക്ക് ആൻസർ 10 എന്ന് വേണം. അപ്പോൾ നമുക്ക് നോക്കാം, അല്ലേ? 12 - 2 10 ആണ്. 13 - 3 10 ആണല്ലോ. ഇനിയുണ്ട്, അല്ലേ? കുറേ നമ്പേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ ഒന്നും ഞാൻ എഴുതുന്നില്ല. 18 - 8 10 ആണ്. അങ്ങനെ ഒരു 2-3 എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് കിട്ടേണ്ടത് -10 എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -12 -2 കൊടുക്കാം. ഓക്കെ, -13 -3 കൊടുക്കാമല്ലോ ഇവിടെ. -18 -8 കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക കൂട്ടുകാരെ? നമുക്ക് -12 മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആയില്ലേ? -12 + 2 ആയി. അപ്പോൾ നമുക്ക് -12 + 2 എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്ത് വലുതിൻ്റെ സൈൻ, അല്ലേ? അപ്പോൾ നമുക്ക് 12 - 2 = 10, വലുതിൻ്റെ സൈൻ. അങ്ങനെയാണ് ഞാനിതെല്ലാം എഴുതിയത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം കൂട്ടുകാരെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. 12 തന്നെ കൊടുക്കാം, അല്ലേ? -12ൻ്റെ എക്സാമ്പിൾ തന്നെ എഴുതി കൊടുക്കാം. -12 -2 = -10. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഹൂസ് സം ഈസ് 0 എന്ന ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഒരേ നമ്പറിൽ തന്നെ ഓപ്പോസിറ്റ് സൈൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. +2 -2 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് 0 കിട്ടും. എത്ര വേണമെങ്കിലും എക്സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലേ? ഇങ്ങനെ എഴുതാനാണെങ്കിൽ -3 + 3 എന്താ? 0 ആണ്. 4
പ്ലസ് -4 എന്താ 0 ആണ്. ഏത് നമ്പർ ആയാലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. ഈ സെക്ഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. എയും ബിയും സിയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. എല്ലാവരും ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണണം കേട്ടോ. അതിലൊക്കെ പറയുന്നതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പെയർ ഓഫ് നെഗറ്റീവ് ഇൻഡിജേഴ്സ് ഹൂസ് ഡിഫറൻസ് ഗീവ്സ് 8. എങ്ങനെയായിരിക്കും? ഡിഫറൻസ് 8 എന്ന് കിട്ടണം. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടണം? 8 എന്ന് കിട്ടണം. അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ? നമുക്ക് എഴുതി നോക്കാം. ഏതിൽ നിന്ന് ഏത് സബ്ട്രാക്ട് ചെയ്താലൊക്കെ ആയിരിക്കും നമുക്ക് 8 എന്ന് കിട്ടുന്നത്. അവരെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ 10 - 2 8 ആണ് അല്ലേ. പിന്നെ ഉണ്ട് അല്ലേ, ഒരുപാടുണ്ട്. 10 - 2 8 ആണ്. അതുപോലെ തന്നെ 9 - 1 എന്താ 8 ആണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവരെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇത് സോൾവ് ചെയ്യാനായിട്ട്. പക്ഷെ എന്ത് വേണം? നമുക്ക് തിരിച്ചെഴുതി കൊടുക്കാം ഇവരെ. -2 -10 അങ്ങനെ എഴുതി കൊടുത്താൽ എന്താ ഉണ്ടാവുക? -2 + 10 എന്നാവും അല്ലേ. -2 + 10 വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ എന്താ? പോസിറ്റീവ് ആണ്. അപ്പോൾ 10 - 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. നമുക്ക് 8 എന്ന ആൻസർ കിട്ടിയില്ലേ. ഇപ്പോൾ 9 - 1 ആണ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നോക്കാമല്ലോ. എല്ലായിടത്തും ഏത് വേണമെങ്കിലും നമുക്ക് 8 എന്ന സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന എല്ലാ നമ്പേഴ്സ് വെച്ച് നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 9 - 1 ആണ് നമ്മൾ 8 എന്ന് പറഞ്ഞത് അല്ലേ. 9 - 1 = 8 എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയല്ല വേണ്ടത്. മൈനസ് നമ്പേഴ്സിൻ്റെ കാര്യമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമ്മളിവരെ തിരിച്ചെഴുതി. -1 -9 എന്ന് എഴുതി. ഇപ്പോൾ നമുക്ക് -1 - വരുമ്പോൾ പ്ലസ് ആവും. 9 എഴുതി. അപ്പോൾ 9ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 8 കിട്ടി. വലുതിൻ്റെ സൈന് പോസിറ്റീവാണ്, അതുകൊണ്ട് 8 ആണ് കിട്ടിയത്. ഇങ്ങനെ എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ നമ്മൾ ഏത് എക്സാമ്പിളാണ് എടുക്കാൻ പോകുന്നത്? നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അല്ലേ. -1 -9 എടുത്താലോ = 8 അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് പോസിറ്റീവ് ഇൻറ്റിജർ ഹൂസ് സം ഈസ് -5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടണം? -5 എന്ന് കിട്ടണം. നമ്മളിവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജറും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -5 എന്ന് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ഇൻറ്റിജറും നെഗറ്റീവ് ഇൻറ്റിജറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -5 കിട്ടണമെങ്കിൽ നെഗറ്റീവ് ഉള്ളത് വലിയ നമ്പറിൻ്റെ കൂടെ ഇരിക്കണം അല്ലേ. നമ്മുടെ റൂൾ എന്താ? വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം എന്നാണ് സമ്മിൻ്റെ റൂൾ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ നെഗറ്റീവിന് ഞാനൊരു 7 കൊടുത്തു, -7. ഇവിടെ ഞാനൊരു 2 കൊടുത്തു. എനിക്കറിയാം 7 - 2 5 ആണെന്ന്. മൈനസ് സൈൻ വേണം, അതുകൊണ്ട് ഞാൻ വലുതിന് മൈനസ് സൈനും കൊടുത്തു. ഓക്കെ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തു, വലുതിൻ്റെ സൈനും കൊടുത്തു. അപ്പോൾ നമുക്ക് -5 എന്ന് കിട്ടി. ഇനി 5 എന്ന ആൻസർ വരാൻ വേറെ ഏതെങ്കിലും പേരുകൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് 6ഉം 1 കൊടുക്കാമല്ലോ. എന്നിട്ട് നമുക്ക് 6ന് മൈനസ് സൈൻ കൊടുക്കാം. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്താൽ 6 - 1 5 ആണ്. വലുതിൻ്റെ സൈന് -ആണ്. ഇത്രയുള്ള പണി. അങ്ങനെ നമുക്ക് എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ ഏതാ വേണ്ടത്? നമുക്കപ്പോൾ 2ഉം -7ഉം തന്നെ എടുക്കാം. 2 + -7 = -5. ഈ പേര് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. റൈറ്റ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഹൂസ് ഡിഫറൻസ് ഈസ് -3. -3 എന്ന ഡിഫറൻസ് കിട്ടുന്ന രീതിയിലുള്ള രണ്ട് നമ്പറുകൾ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഏത് നമ്പർ എഴുതിയാലായിരിക്കും -3 എന്ന് കിട്ടുന്നത്. ഒന്ന് പോസിറ്റീവും ആയിരിക്കണം, ഒന്ന് നെഗറ്റീവും ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -2 - 1 + 1. ഓക്കെ. ഇതിന് നമുക്ക് 2 + 1 3 ആണേ. പിന്നെ രണ്ടിലും മൈനസ് ഉണ്ട്. -2 - 1 എന്നായില്ലേ ഇത്. അപ്പോൾ -2 - 1 എന്ന് പറയുമ്പോൾ -3 ആണ്.
അങ്ങനെ നമ്മൾ സൈനുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് വേണം ഇവിടെ ചെയ്തു കൊടുക്കാനായിട്ട്. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും കാണണം. ഇപ്പം നമുക്ക് ഇത് പറയുന്ന കൂട്ടത്തിൽ അതിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. എല്ലാവരും പോയി കാണണേ. അതിനുശേഷം മാത്രമേ ഈ സൊല്യൂഷൻ വീഡിയോസ് കാണാവൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന്. ഇൻ എ ക്യൂസ് ടീം എ സ്കോർഡ് -40, 10, 0 ആൻഡ് ടീം ബി സ്കോർഡ് 10, 0, -40 in 3 successive rounds. Which team scored more? Can you say that we can add integers in any order? എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ ടീം എക്ക് കിട്ടിയ സ്കോറുകളാണ് -40, 10, 0 എന്നുള്ളത്. പിന്നെ ടീം ബിയുടെ സ്കോറാണ് 10, 0, -40. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വിച്ച് ടീം സ്കോർഡ് മോർ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട്, ക്യാൻ യു സേ ദാറ്റ് വി ക്യാൻ ആഡ് ഇൻഡിജേഴ്സ് ഇൻ എനി ഓർഡർ. അപ്പോൾ നമുക്ക് ആദ്യം ടീം എയുടെ സ്കോറുകളൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടീം എയുടെ സ്കോർ നോക്കാം. ടീം എ സ്കോർ എത്രയായിരുന്നു? -40 + 10 + 0. പിന്നെ നമുക്ക് ടീം ബിയുടെ നോക്കാം. ടീം ബി എത്രയായിരുന്നു സ്കോർ? 10, 0 + -40. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ഇതല്ലാതും. -40 + 10 എന്ന് പറയുമ്പോൾ 40യിൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്തിട്ട് 40യുടെ സൈൻ അല്ലേ, 40യുടെ സൈന് മൈനസാണ്. പിന്നെ 40യിൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 എന്ന് കിട്ടും അല്ലേ, -30. അതുപോലെ തന്നെ നമുക്ക് ഇതും നോക്കാം. 10 + 0 is 10, -40 is again -30. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ടീം എക്ക് ഫസ്റ്റ് റൗണ്ടിൽ -40 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ടീം ബിക്ക് 10 കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കോർ. പിന്നെ ടീം എക്ക് സെക്കൻഡ് റൗണ്ടിൽ 10 കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ടീം ബിക്ക് 0 ആയിരുന്നു കിട്ടിയത്. പിന്നെ ടീം എക്ക് തേർഡ് റൗണ്ടിൽ 0 കിട്ടിയ സമയത്ത് ടീം ബിക്ക് -40 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓരോ റൗണ്ടുകളിലായിട്ട് ഒരു -40 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് ഒരു -40, പിന്നെ ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, ഇവിടെയും 0 ഉണ്ട്, ഇവിടെയും 0 ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓർഡറുകളൊന്നും മാറിക്കെടുക്കുന്നേ ഉള്ളൂ. രണ്ടു പേർക്കും -30 ആണ് അവരുടെ സ്കോർ. ഫസ്റ്റ് പറഞ്ഞത് ഇൻ എ ക്യൂസ് ടീം എ സ്കോർഡ് -40, 10, 0 ആൻഡ് ടീം ബി സ്കോർഡ് 10, 0, -40 ഇൻ 3 സക്സസീവ് റൗണ്ട്സ്. ആ 3 സക്സസീവ് റൗണ്ട്സ് ആണ് നമ്മളിവിടെ എഴുതി കൊടുത്തതും. അപ്പോൾ വിച്ച് ടീം സ്കോർഡ് മോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ടീം സ്കോർ ചെയ്തു എന്നാണ് പറയുക? രണ്ട് ടീമിനും ഈക്വൽ ആണ്. അപ്പോൾ ടീം എ ആൻഡ് ടീം ബി ഹാവ് ഈക്വൽ സ്കോർസ് എന്ന് പറയാം അല്ലേ നമുക്ക്. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്തായിരുന്നു? ക്യാൻ യു സേ ദാറ്റ് വി ക്യാൻ ആഡ് ഇൻഡിജേഴ്സ് ഇൻ എനി ഓർഡർ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, വി ക്യാൻ ആഡ് ഇൻഡിജേഴ്സ് ഇൻ എനി ഓർഡർ എന്ന് പറയാം അല്ലേ. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ആൻസർ -30 എന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം ഏത് ഓർഡറിൽ എഴുതിയിട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നതെന്ന് അല്ലേ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു മേക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ. അത് നോക്കാം നമുക്ക്. -5 + -8. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? -8 + -5 കൊടുത്താൽ മതിയില്ലേ. ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എഡിഷൻ അല്ലേ. ഇൻഡിജേഴ്സിലെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എഡിഷൻ ആണ് ഇവിടെ ഉള്ളത്. -5 + -8 = -8 + -5. ഓക്കെ, ഇനി അടുത്തത് -53 + ഡാഷ് = -53 + 0 അല്ലേ. ഇനി അടുത്തതോ 17 + ഡാഷ് = 0. 17ൻ്റെ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ടുള്ള 17നെ തന്നെ എഴുതി കൊടുത്താൽ നമുക്ക് 0 കിട്ടും അല്ലേ. ഇനി അടുത്തത് നോക്കിയേ. 13 + -12 + ഡാഷ് = 13 + -12 + -7. അപ്പോൾ ഇവിടെ 13 ഉണ്ട്, ഇവിടെ 13 ഉണ്ട്, ഇവിടെ -12 ഉണ്ട്, ഇവിടെ -12 ഉണ്ട്, ഇവിടെ ഡാഷ്, ഇവിടെ -7 ആണ്. ആ ഡാഷുള്ള സ്ഥലത്ത് നമുക്ക് -7 എന്ന് എഴുതി കൊടുക്കാം. ഇത് ഇൻഡിജേഴ്സിൻ്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എഡിഷൻ ആണ് അല്ലേ. അത് നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ. -4 +
15 പ്ലസ് -3 ഈക്വൾസ് ടു -4 പ്ലസ് 14 പ്ലസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ -4 ഇവിടെ ഉണ്ട്, ഇവിടെ -4 ഉണ്ട്, 15 ഉണ്ട്, 15 ഉണ്ട്, -3 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ -3 എഴുതി കൊടുക്കാം. ഇതും സെയിം പ്രോപ്പർട്ടി തന്നെയാണ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. കേട്ടോ, മനസ്സിലായില്ലേ? ഇനി ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ച് പറയണം. അപ്പോൾ കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.